بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين. أما بعد. സൂറത്തുൽ മുഅ്മിനൂനിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ആയത്താണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. മനുഷ്യരായ നമ്മുടെ എല്ലാവരുടെയും സൃഷ്ടിപ്പിൻ്റെ കാര്യമാണ് നമ്മൾ പറയുന്നത്. നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, അള്ളാഹ് പടച്ച കോടാനുകൂടി മനുഷ്യന്മാർ എല്ലാവരും ഒരേപോലെയല്ല. ഇവിടെ ഇരിക്കണ നമ്മൾ 10-25 ആൾക്കാരെ എടുത്തോളൂ. ഹൈറ്റിലും വെയിറ്റിലും ആരോഗ്യത്തിലും നിറത്തിലും സൗന്ദര്യത്തിലും സാമ്പത്തികമായ കാര്യങ്ങളിലും രോഗത്തിൻ്റെ വിഷയത്തിലും മാനസികമായ അവസ്ഥകളിലൊക്കെ വിഭിന്നമാണ്. എല്ലാവരും ഒരേപോലെയല്ല. അള്ളാഹു പടച്ചത് എല്ലാവരും ഒരേപോലെ. ഇപ്പോൾ നമ്മളുള്ളത് എല്ലാവരും വ്യത്യസ്തമായിരിക്കും. ചിന്തിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം, അള്ളാഹ് പറഞ്ഞത് നുത്ഫത്ത്, അലഖത്ത്, മുദ്ഗത്ത് അല്ലേ, ഓർമ്മല്ലേ പറഞ്ഞത്? ഇതന്നെയല്ലേ ഈ നാട് ഭരിക്കുന്ന രാജാവിൻ്റെ സൃഷ്ടിപ്പ്. ആ നാട്ടിലെ എല്ലാ പ്രജകളെയും സൃഷ്ടിപ്പ് അങ്ങനെ തന്നെയല്ലേ. ഉള്ളവൻ്റെയും ഇല്ലാത്തവൻ്റെയും കറുത്തവൻ്റെയും വെളുത്തവൻ്റെയും കുറിയവൻ്റെയും മറ്റുള്ളവൻ്റെയും അധികാരമുള്ളവൻ്റെയും ഇല്ലാത്തവൻ്റെയും എല്ലാവരുടെയും സൃഷ്ടിപ്പ് ഒരേപോലെ. നുത്ഫത്ത്, അലഖത്ത്. എന്താണ് ഈ പറയുന്ന കാര്യം ആലോചിക്കുക? പ്രമാത്രം ചിന്തിക്കാനുണ്ട്. നമ്മൾ ആരായാലും ഏതൊരു അവസ്ഥയിൽ നമ്മൾ ജീവിക്കുകയാണെങ്കിൽ മനുഷ്യനെന്ന ഒരു പരിധിയിലേക്ക് നമ്മളൊക്കെ വരും. എന്താണ് മനുഷ്യനെന്ന പരിധി? ഹുലിക്കൽ ഇൻസാൻ ലഈഫ. അള്ളാഹ് മനുഷ്യനെ സൃഷ്ടിച്ചത് ലഈഫായിട്ടാണ്, ദുർബലനായിട്ടാണ്. ആ ഒരു ചിന്തയിലേക്ക് നമ്മളിട്ട് ഇറങ്ങി വരാനാണ് അള്ളാഹു ഈ കാര്യം പറഞ്ഞത്. തബാറക അല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. ചിലപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സൃഷ്ടിപ്പ് സുന്ദരമാണ്. ഇങ്ങനെ നമ്മുടെ സൃഷ്ടിപ്പ് അഹ്സനാണ്. ഒരാൾക്കും തോന്നണ്ട എൻ്റെ സൃഷ്ടിപ്പൊരു മോശമാണ്, ഞാനത്ര ഒരു സൗന്ദര്യമില്ലാത്തവരാണ്, അല്ലെങ്കിൽ എനിക്ക് കുറച്ച് ന്യൂനതകളും കുറവുകളും വൈകല്യങ്ങളൊക്കെ ഉണ്ട്, എൻ്റെ സൃഷ്ടിപ്പ് ശരിയല്ല എന്ന് ഒരാളും ചിന്തിക്കണ്ട. മനസ്സിലാവുന്ന പറഞ്ഞത്, ഈ മുഴുവനായിട്ടുള്ള ആരോഗ്യവും ഇതൊക്കെ ഉള്ള മനുഷ്യന്, ഇതിൽ കുറവുള്ള മനുഷ്യന്മാരെയും അള്ള സൃഷ്ടിച്ചെന്ന 110 മലക്കത്തും മുഴുവത്തിൽ തന്നെയാണ്. അപ്പൊ പിന്നെ അഹ്സനുൽ ഖാലിഖ് എന്ന് പറഞ്ഞ കാര്യം എന്തായിരിക്കും? അപ്പൊ എന്തായിരിക്കും? തബാറക അല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ. ഇത് മനുഷ്യനെന്ന സൃഷ്ടിപ്പ്, ആ സൃഷ്ടിയെ കുറിച്ചാണ് പറയാണ്. അതിൽ ആരൊക്കെ പെടും? എല്ലാ ആൾക്കാരും പെടും. വൈകല്യം പോലും, കൈയ്യോലും, കാലില്ലാത്തവരും, കണ്ണു കാണാത്തവരും, ചെവി കേൾക്കാത്തവരും, കേൾക്കുന്നവരെ മുഴുവൻ ആരോഗ്യമുള്ളവരും എല്ലാവരും പെടും. എല്ലാവരും അഹ്സനുൽ ഖാലിഖീൻ, സൃഷ്ടാവിൻ്റെ ഏറ്റവും നല്ല സൃഷ്ടിയാണ്. നമ്മളത് അംഗീകരിക്കുമ്പോൾ നമ്മൾ ആരായ? അഹ്സനുൽ ഖാലിഖ് അള്ളയാണ്. അഹ്സനുൽ ഖാലിഖ് അള്ളയെന്ന് പറയണമെങ്കിൽ ഞാൻ വിചാരിക്കുകയാണ്, ഞാൻ കുറച്ച് സൗന്ദര്യം കുറഞ്ഞവരാണ്, ഹൈറ്റ് കുറഞ്ഞവരാണ്, വെയിറ്റ് കുറഞ്ഞവരാണ്, അല്ലെങ്കിൽ എനിക്കങ്ങനെ ഒരു ആരോഗ്യമില്ല, അല്ലെങ്കിൽ എനിക്കങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട് എന്ന് ഞാൻ ചിന്തിച്ചാൽ അള്ളാഹ് ആരാവില്ല? എന്നെ സംബന്ധിച്ചിടത്തോളം അഹ്സനുൽ ഖാലിഖ് ആവില്ല. അപ്പൊ പിന്നെ എന്താണ് പറഞ്ഞതിനർത്ഥം? എല്ലാ മനുഷ്യരും അല്ലാഹു തആല ലഖദ് ഖലഖൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. ലഖദ് ഖലഖൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. ഏറ്റവും നല്ല ഘടനയിലാണ് അള്ളാഹു എല്ലാ മനുഷ്യനെ സൃഷ്ടിച്ചത്. അല്ലെങ്കിൽ ഞാൻ വേറെ പറഞ്ഞ ഈ ഭാഗത്തൊക്കെ തോന്നി എല്ലാവരും അസുഖമാണ്. ഈ അഹ്സൻ
തത്വീമ് അല്ല പറയുന്നത് ശേഷമുള്ള ആയത്ത് വായിച്ചാൽ കിട്ടും. അഷ്റഫുൽ ഖാലിക്ക് എല്ലാവരും നല്ല സൃഷ്ടിപ്പാണ്, ആരും മോശമില്ല. എല്ലാവരും ആരും മോശമില്ല. ഇത് അംഗീകരിക്കുമ്പോഴാണ് സൃഷ്ടിച്ച സൃഷ്ടാവാരല്ല അഷ്റഫുൽ ഖാലിക്കല്ല. അപ്പൊ ഈ അഷ്റഫുൽ ഖാലിക്ക് എങ്ങനെയാണ് ആവുന്നത്? നമ്മള് ഒരു വൈകല്യമുള്ള ഒരാൾ ചിന്തിക്കുകയാണ്, എനിക്കെല്ലാവരെയും പോലെ ഓടാൻ ചാടാനും നടക്കാനൊന്നും പറ്റുന്നില്ല എന്ന് ചിന്തിക്കുമ്പോൾ എനിക്ക് എന്നെ പടച്ച റബ്ബ് ആരെല്ലാന്ന് അംഗീകരിക്കേണ്ടി വരും? അഷ്റഫുൽ ഖാലിക്കല്ലാന്ന് പറയേണ്ടി വരും. അള്ള പറഞ്ഞു അങ്ങനെ സംഭവിക്കാതെ എല്ലാ മനുഷ്യരും. അപ്പൊ പിന്നെ ഈ അള്ള പറഞ്ഞ ഈ അഷ്റഫുൽ ഖാലിക്ക് എന്ന് പറഞ്ഞ ഒരു സംഗതി എങ്ങനെയാണ് മനുഷ്യർ വരുന്നതെന്നാണ്. ഏതായാലും ഈ സൃഷ്ടിപ്പിന്റെ ഈ ബാഹ്യമായ രൂപം കൊണ്ടെല്ലാം ഉറപ്പല്ലേ. ഞാൻ മിഞ്ഞാന്നൊരു കണ്ടു, ഒരാൾ ഒരു പാകിസ്ഥാനെ നോക്കും. പാകിസ്ഥാനിയാണെങ്കിൽ ഒരു ശിഖകാരനാണല്ലോ, ശിഖകാര തലികളൊക്കെ കേട്ടിട്ടുള്ള ഒരു കുടലും 2 തലയാണ്. ഒരു കുടലും ഇവിടുന്ന് എന്നിട്ട് പിന്നെ ഈ നിൽക്കുന്ന ഇതേപോലെ ഒരു മനുഷ്യൻ തലക്കണ്ടായിട്ട് കാണുന്ന നമുക്കിടങ്ങറുണ്ടെങ്കിൽ അവർക്കത്ര ഇടങ്ങറുണ്ടാവും. ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹ് ആരാണ്? അഷ്റഫുൽ ഖാലിക്കാണ്. അപ്പൊ അള്ളാഹു അഷ്റഫുൽ ഖാലിക്കാണ് എന്ന് പറയുന്ന കാര്യത്തിൽ നമ്മളുടെ ഭാഗ്യമായ സൃഷ്ടിപ്പല്ല. മനസ്സിലായിട്ട് പറഞ്ഞത്. പിന്നെ എവിടെയാണ് മനുഷ്യനെ ഇത് ഏറ്റവും നല്ല ഘടനയോടുകൂടി സുമ്മറതതിനാകും, പിന്നീട് അസ്ഫൽ സാഫിലായിട്ട് മടങ്ങണം. ആരൊഴികെ? നല്ല ഈമാനും അതിനനുസരിച്ചുള്ള കർമ്മങ്ങൾ ചെയ്യുന്നവരൊഴികെ. അപ്പൊ ഒരു മനുഷ്യനെ അഷ്റഫുൽ ഖാലിക്ക് ആക്കുന്നത്, അള്ളാഹു അഷ്റഫുൽ ഖാലിക്ക് ഒരു മനുഷ്യനെ ആയിത്തീരുന്നത് എപ്പോഴാണ്? ഒരു മനുഷ്യൻ അക്സർ തകവീമായിത്തീരുന്നത് എപ്പോഴാണ്? അവന്റെ വിശ്വാസവും കർമ്മങ്ങളും ചെയ്യുമ്പോഴാണ്. അപ്പൊ അത് ചെയ്യാൻ കഴിഞ്ഞാൽ തബാറക്കല്ലാഹു റബ്ബുൽ ആലമീൻ. ഇനി ഇവിടെയാണ് നമ്മളിപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന ആയത്തുകൾ നമ്മളോട് പറയുന്നത്, ഒരു മനുഷ്യന്റെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച ഒരു സൃഷ്ടി എന്ന നിലക്ക് ആ സൃഷ്ടി ഉൾക്കൊണ്ടുകൊണ്ട് ഏറ്റവും നല്ല ഘടന മനുഷ്യന്റെ ഘടനയായി ജീവിച്ച് മരിച്ചു പോകാൻ ആർക്കൊക്കെ തടസ്സം? അതാണ് പ്രശ്നം. ആർക്കൊക്കെയാണ് തടസ്സം? എവിടെയാണ് നമ്മൾ മനസ്സിലാക്കാൻ? എന്താ പറയുക, ഒരാള് ജനിച്ചു, അയാൾ വളർന്നു, ജീവിച്ചു, അയാള് നന്നായി കുറേ ഉത്തരവാദിത്തങ്ങളൊക്കെ ചെയ്ത് കുടുംബമായി മക്കളുണ്ട്, അങ്ങനെയൊക്കെ ജീവിച്ചു. അങ്ങനെ അയാൾ മരിക്കുന്നു, അയാൾ വീട്ടിൽ കിടക്കപ്പായി കിടന്ന് മരിക്കുന്നു. അങ്ങനെ അയാളെ വീട്ടുകാരും വലിയ നിർവഹണക്കാരും ഇല്ലാത്ത ആൾക്കാരുണ്ട്. അങ്ങനെ ഒരാൾ അത് മരിച്ചു ജയിക്കുക, ഒരാൾ അങ്ങനെ ജീവിച്ചു, ഒരാൾ മരിച്ചു. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആരുമില്ല. യസീദ് മുആവിയ, ഞാൻ സംഭവം പറയുന്നത്, അദ്ദേഹം ഒരിക്കല് അദ്ദേഹത്തെ കാണാൻ വേണ്ടിയിട്ടൊരു പ്രമുഖരായ താബിയ വന്നു. പിന്നെ താബിയ വന്നിട്ട് ഇവർ രണ്ടുപേരും സംസാരിക്കാൻ, ഖലീഫയും ഇദ്ദേഹം സംസാരിക്കാൻ. ഈ സംസാരിക്കുന്നതിനിടയിൽ ഇദ്ദേഹം ചോദിച്ചു, നിങ്ങളുടെ ജീവിതത്തിൽ, പ്രഗത്ഭനായ താബിയ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്നും ഓർമ്മയിൽ നിൽക്കുന്ന, മറക്കാൻ കഴിയാത്ത ഒരു അനുഭവം പറയാൻ പറ്റുമെന്ന് വെച്ചു. മനസ്സിൽ നിൽക്കുന്ന അനുഭവം പറയാൻ പറ്റുമെന്ന് വെച്ചു. ഇദ്ദേഹം കുറച്ചൊക്കെ ആലോചിച്ച് പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിലൊരാൾ വന്നു, ഒരു യാത്രക്കാരൻ. അയാൾ വന്ന് ഉടനെ തന്നെ അയാൾ മരിച്ചു. അയാൾ ഏത് നാട്ടുകാരനെന്നറിയില്ല, ആരാണെന്നറിയില്ല, ഏത് ദേശക്കാരനെന്നറിയില്ല, അയാൾ മരിച്ചു. അയാളെ കാത്തിരിക്കുന്ന ഒരു കുടുംബം ഉണ്ടാവില്ല. അയാളെ മയ്യത്ത് കാണാനും മയ്യത്ത് കാത്തിരിക്കുന്ന, മയ്യത്ത് കുളിപ്പിക്കാനൊക്കെ കാത്തിരിക്കുന്ന
അയാളെ പ്രതീക്ഷിക്കുന്ന കുടുംബം ഉണ്ടാവില്ല. പക്ഷെ അവർക്ക് വിവരം കൊടുക്കാനോ അവരെ അറിയിക്കാനോ അവരിലേക്ക് എത്താനോ ഒന്നും ഒരു മാർഗമില്ല. അങ്ങനെ ഞങ്ങൾ ആ മയ്യത്ത് പിടിപ്പിച്ച് ആ മയ്യത്ത് ഞങ്ങൾ കഫൻ ചെയ്യാം. അപ്പോൾ മയ്യത്ത് ഞാൻ കഫൻ ചെയ്ത് മയ്യത്ത് കബറടക്കുക. മയ്യത്ത് കബറടക്കുമ്പോൾ എനിക്ക് വല്ലാത്തൊരു ദുഃഖം തോന്നും. അതേ ഹരിഫോട് പറയാം, വല്ലാത്തൊരു ദുഃഖം തോന്നും. ആ ദുഃഖത്തിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു മനുഷ്യൻ ഈ നാട്ടിൽ എന്തോ ഒരു ആവശ്യത്തിന് വന്നതാണ്. ആരും പരിചയപ്പെട്ടിട്ടില്ല. അദ്ദേഹം വന്ന ആവശ്യം എന്താണെന്ന് അവരോട് പറഞ്ഞിട്ടില്ല. ആരുമായിട്ട് അദ്ദേഹം ബന്ധപ്പെടുകയോ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ സംസാരിക്കുകയോ ചെയ്തിട്ടില്ല. പിന്നെ ഇദ്ദേഹത്തിൻ്റെ നാട് ഏതാണ്, സ്ഥലം ഏതാണെന്നൊന്നും അറിയാത്തതുകൊണ്ട് അവരുമായിട്ടൊന്നും ബന്ധപ്പെടാൻ കഴിയില്ല. അങ്ങനെ ഈ മയ്യത്ത് ഇങ്ങനെ കബറിൽ കടത്തി കൊടുക്കുമ്പോൾ അദ്ദേഹം പറയുകയാണ്, പ്രസിദ്ധമായ ഒരു കവിത ഞാൻ ചൊല്ലി. ആ കവിതയുടെ ആശയം എന്താണെന്ന് വെച്ചാൽ, ഒരു യാത്രക്കാരൻ യാത്ര വന്ന് അദ്ദേഹത്തെ പരിചയമില്ലാത്ത, അദ്ദേഹത്തെ ഇന്നവരെ സ്നേഹിച്ചിട്ടില്ലാത്ത, അദ്ദേഹത്തെ പരിചയമില്ലാത്ത ആരൊക്കെയോ അദ്ദേഹത്തെ കബറടക്കുന്നു. അങ്ങനെ കബറടക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് കബറെടുക്കാമെന്ന് അറിയാതെ അദ്ദേഹത്തിന് നാട്ടിലുള്ള അദ്ദേഹം മരണപ്പെട്ട് കബറടക്കുന്ന സമയത്ത് ആരുടെ കണ്ണാണോ നിറയേണ്ടിയിരുന്നത് ആ കണ്ണ് നിറയാതെ ആ നാട്ടിൽ അറിയാതെ അവർ സന്തോഷത്തോടെ ആഹ്ലാദത്തോടെ അവർ പെരുമാറിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് ഈ കവിതൻ്റെ ആശയം. അദ്ദേഹം പറയണം, ആ കവിത ഞാൻ പാടി. അങ്ങനെ അദ്ദേഹത്തെ കബറടക്കി കുറച്ച് കാലങ്ങൾക്ക് ശേഷമാണ് പിന്നീട് അറിയുന്നത് ഈ കബറടക്കിയ വ്യക്തി എഴുതിയ കവിതയാണ് ഞാൻ പാടിയത്. ഈ കബറടക്കിയ വ്യക്തി എഴുതിയ കവിതയാണ് ഞാൻ ആ സമയത്ത് പാടിയത് എന്ന് പിന്നീട് ഞാൻ അറിയാണ്. എന്താണ് ഈ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത്? അപ്പോൾ നമ്മൾ അങ്ങനെ സുന്ദരമായി ഐശ്വര്യത്തിൽ സന്തോഷത്തോടെ ആരോഗ്യത്തോടെ, നമുക്ക് ഷുഗറില്ല, കൊളസ്ട്രോളില്ല, ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല, സന്തോഷത്തോടെ അങ്ങനെ ജീവിച്ച് കുറേ കാലം ജീവിച്ച് നമ്മൾ സുഖിച്ച് ആനന്ദിച്ച് അങ്ങനെ മരിച്ചു പോയിട്ട് ഇത് ഞാൻ അക്ഷരതത്വമാണ് ഇത് പറയാൻ പറ്റില്ല. അപ്പൊ ഒന്നാമത്തെ കാലം അതിൽ നിന്ന് നമുക്ക് മാറിപ്പോകുന്ന ചില സംഭവങ്ങളെ കുറിച്ച് സൂചിപ്പിക്കുന്ന ആയത്തുകളാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഇന്ന് നമുക്ക് നോക്കാനുള്ളത് സൂറത്തുൽ ഗാഫിർ. സൂറത്തുൽ ഗാഫിറിലെ 40-ാമത്തെ സൂറത്ത്. അതിലെ 60 മുതൽ 68 വരെയുള്ള ആയത്തുകൾ വായിക്കാം. 40 സൂറത്തുൽ ഗാഫിർ. മുഅ്മിൻ എന്ന് പേരുണ്ട്, മുഅ്മിനൂനല്ല, മുഅ്മിൻ എന്ന് പേരുണ്ട് ഗാഫിറിന്. 40-ാമത്തെ അധ്യായം കണ്ടോ? അതിലെ 60-ാമത്തെ ആയത്തുകൾ വായിച്ചോ. الله الذي جعل لكم الليل لتسكنوا
ആയത്തുകളുടെ ആശയം മനസ്സിൽ വെച്ചിട്ട് ഈ ആയത്ത് കേൾക്കണം. എന്താണല്ലോ പറഞ്ഞത്? നമ്മൾ ഈ ആയത്ത് കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് നമ്മൾ പറയുന്ന വിഷയങ്ങളുടെ ഒരു ബന്ധം മനസ്സിലാക്കണം. നമ്മൾ ഈ സൂര്യൻ മുഖ്യമന്ത്രി നമ്മൾ പറഞ്ഞു വരുന്ന ആശയമാണ് 67 അത് ആദ്യം പറഞ്ഞത്. 67 അത് ആദ്യം പറഞ്ഞത് ഹുവല്ലദീ ഖലഖക്കും ബാക്കി 67 ഹുവല്ലദീ ഖലഖക്കും മിൻ തുറാബിൻ ثم من نطفة ثم من علقة ثم يخرجكم طفلا. കണ്ടോ? അത് ആ മുഖ്യമന്ത്രി നമ്മൾ പഠിച്ച ആയത്തിന്റെ ഷോർട്ടാണ്. വിശദമായിട്ട് പറഞ്ഞ ആ കാര്യങ്ങൾ ثم يخرجكم طفلا. അതാണ് എന്ത് ഖൽഖൻ ആഖർ എന്ന് പറയുന്നത്. നമ്മൾ പഠിച്ച ആയത്തിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ثم انشأناه خلقا آخر. അത് യുദ്ധത്ത് വലക്കത്ത് ഒന്നല്ലാത്ത ഒരു വേറെ സത്യമാണ്. ആ സത്യതാണ് തിഫിലാണ് അല്ലേ? ഈ ഗർഭാശയത്തിന്റെ ഉള്ളില് ഇങ്ങനെ ഈ തവളാക്കൂട്ടലുമായി കിടക്കണ ആ ഒരു ഇത് കണ്ടില്ല, ചിത്രം കണ്ടില്ലേ? ഫസ്റ്റത്തെ ക്ലാസ്സിൽ ഗ്രൂപ്പിൽ കിട്ടിയിരുന്നു ആയത്തിന്റെ വ്യത്യസ്ത ഘട്ടങ്ങൾ. അപ്പോൾ അതേ രൂപത്തിലുള്ള കുഞ്ഞാണ് പറഞ്ഞു തരുന്നെങ്കിൽ എന്തായിരിക്കും? ആ തവളാക്കൂട്ടലുമായില്ല. അള്ളാഹു ഇങ്ങനെ മാറ്റി മാറ്റി പിന്നീട് പുറത്ത് വരുന്നത് നമ്മളെടുത്ത് കയ്യെടുത്ത് മാറോടി ചേർത്ത് മുത്തം കൊടുക്കാൻ കൊതിക്കുന്ന സുന്ദരനായ കുട്ടി അല്ലേ? എന്നിട്ട് അള്ള പറയാ പിന്നെ അവന് കഴിവുള്ള ശക്തിയുള്ളവനായി പ്രായബുദ്ധിയായി ഇതിനെ പറ്റിയ ഒരു പെണ്ണമായി പിന്നെ ആ ചെറുപ്പക്കാരൻ വയസ്സനായി വൃദ്ധനായി. അപ്പോൾ എന്താ ഞാൻ പറഞ്ഞ കാര്യം ശരിക്കും ചിന്തിക്കണം. കുട്ടിയായപ്പോൾ അള്ളാഹു അസ്മഹായിക്ക്, ചെറുപ്പക്കാരനായപ്പോൾ കുറച്ചുകൂടി അസ്മഹായി, ഷൂഹായപ്പോൾ അള്ളാഹു അസ്മഹാരിക്ക് അല്ലാതെ തോന്നുന്ന വയസ്സായപ്പോൾ മുടി നരച്ചപ്പോ മനസ്സിലായില്ല. ഞാൻ പറഞ്ഞ പോയിന്റ് മനസ്സിലായില്ല. അവിടെയാണ് നമുക്ക് തെറ്റുന്നത്, അവിടെയാണ് നമുക്ക് അബദ്ധങ്ങൾ സംഭവിക്കുന്നത്. മുമ്പേ മരിച്ചുപോയ ആൾക്കാരുണ്ട്. പ്രായമാകാതെ വയസ്സൊന്നാകാതെ ചെറുപ്പത്തിലെ ചെറിയ പ്രായത്തിലെ മരണപ്പെടുന്നവരുണ്ട്. നിശ്ചിതമായ അവധി വരെ ജീവിക്കുന്നവരുണ്ട്. ഇതൊക്കെ എന്തിനാണ്? നമുക്ക് ആലോചിക്കാൻ വേറെ എന്തൊക്കെ വിഷയമുണ്ട് അല്ലേ? നമുക്ക് ആലോചിക്കാൻ എന്തൊക്കെ വിഷയങ്ങളുണ്ട്. നമ്മൾ ആരെങ്കിലും ഇങ്ങനത്തെ വിഷയം ചിന്തിക്കരുത്. നമുക്ക് ഇന്ന് എന്തൊക്കെ കാര്യം ആലോചിച്ച്, ഇന്നലെ എന്തൊക്കെ ആലോചിച്ച്, കഴിഞ്ഞ ഒരു 2-3 ദിവസത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ആലോചിച്ച്, ഈ ആലോചിച്ച കൂട്ടത്തിൽ ഇങ്ങനെ ഒരു ആലോചന നമ്മളെ മനസ്സിൽ വന്നതാണ്. അതാ ചിന്തിക്കേണ്ടത്. അത് വരണം, ഒരു ദിവസം പലതവണ വരണം. ഒരു ചിന്തകൾ ഭൗതികമായ ചിന്ത, എൻ്റെ മക്കളെന്ത് ചെയ്യും, മക്കളെ വിദ്യാഭ്യാസം, എൻ്റെ മക്കളെ കല്യാണക്കാര്യം, ഞാൻ കച്ചവടത്തിൻ്റെ കാര്യം, ബിസിനസ്സിൻ്റെ കാര്യം, പണം റോളിങ്ങിൻ്റെ കാര്യം, കിട്ടാനുള്ളത്, കൊടുക്കാനുള്ളത്, വാങ്ങാനുള്ളത്, ഇതിനെപ്പറ്റി മാത്രം ചിന്തിച്ച് ഇരിക്കണം. അള്ള പറയണം. അത് മാത്രമല്ല, ചിന്തിക്കാൻ അള്ള വേറെ കുറേ കാര്യങ്ങൾ തന്നിട്ട് ഇതൊക്കെ ആ ചിന്തയിൽപ്പെട്ട കാര്യമാണ്, ചിന്തിക്കേണ്ട കാര്യമാണ്. ഇനി നമ്മൾ വായിച്ചു തുടങ്ങി നോക്കി എവിടെയാണ് ഒരു മനുഷ്യൻ എപ്പോഴാണ് അസ്സൽ തഖ്ദീമാണ് നോക്കി. വഖാല റബ്ബുക്കും, നിങ്ങൾ റബ്ബ് പറഞ്ഞിരിക്കുന്നു, ഉദ്ഉനി, നിങ്ങൾ എന്നോട് ദ്വാരക്കണം, ദുആ ചെയ്യണം, അസ്തജിബ് ലക്കും, എന്നിട്ട് ഞാൻ ഉത്തരം തരും ദ്വാരക്കണം. ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദത്തി, ദുആയാകുന്ന ഇബാദത്തിന്റെ കാര്യത്തിൽ ആര് എന്നോട് അഹങ്കാരം കാണിക്കുന്നുവോ ചെയ്തൂരുടെ ജഹന്നമ ദാഖിലീൻ, നിന്നനായി ഞാനാണ് ജഹന്നമിൽ പ്രവേശിക്കുന്നത്. നമ്മളപ്പോഴാണ് ഏറ്റവും നല്ല ശില്പിയാണെന്ന് പറയുന്നത്. നമ്മൾ അള്ളാഹുവിനെ ദുആ ചെയ്യുന്നു. നമ്മൾ അള്ളാഹുവിനെ ദുആ ചെയ്യുമ്പോൾ, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ, റബ്ബിന്റെ മുന്നിൽ നിന്ന് താഴ്മയോടെ കൈ ഉയർത്തി മനസ്സിൽ തട്ടി റബ്ബിനോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, ദുആ ചെയ്യുമ്പോൾ നമ്മളൊരു നല്ല സൃഷ്ടിയായിട്ട് മാറും. ഇല്ലെങ്കിൽ കിബർ കഴിക്കണം. എനിക്ക് ദുആ ചെയ്യുന്ന കാര്യത്തിൽ എന്നോട്
അഹങ്കാരം കാണിക്കുന്നവൻ ഏറ്റവും മോശപ്പെട്ട മനുഷ്യനാണ്. നമ്മൾ പറയാം അഹങ്കാരി അല്ലെ. ചീത്ത സ്വഭാവങ്ങളിൽ ഏറ്റവും മോശപ്പെട്ട സ്വഭാവം അഹങ്കാരമാണ്. ചീത്ത സ്വഭാവത്തിൽ കുറേയുണ്ട്, അത് ഏറ്റവും മോശപ്പെട്ട സ്വഭാവം അഹങ്കാരം അല്ലെ. ഇബ്ലീസ് ഏറ്റവും നല്ല ഒരു സൃഷ്ടിയായിരുന്നില്ല ഇബ്ലീസ് അല്ലെ. ഇബ്ലീസ് ഏറ്റവും ആദരിക്കപ്പെട്ട, ഇബ്ലീസ് ഏറ്റവും കൂടുതൽ ആദരിക്കപ്പെട്ട ബഹുമാനിക്കപ്പെട്ട സൃഷ്ടിയാണല്ലോ അല്ലെ. അള്ളാഹുവിന്റെ മുഴുവൻ സൃഷ്ടിയാണ്. ഒന്ന് ജിന്ന്, ഒന്ന് മലക്ക്, പിന്നെ മനുഷ്യൻ. അതിൽപ്പെട്ട ഒരു സൃഷ്ടിയാണ് ഇബ്ലീസ് അല്ലെ. ഇബ്ലീസിനെ അള്ളാഹ് ആദരിച്ച് ബഹുമാനിച്ച് മലക്കളെ കൂട്ടത്തിൽ കൊണ്ടുപോയാൽ, നമ്മളെ പറ്റി അള്ളാഹ് പറഞ്ഞ മനുഷ്യനെ അള്ളാഹ് ആദരിച്ചാല് മനുഷ്യന്റെ പദവി ഉയർന്നാൽ ഏതുവരെ ഉയരും? മനുഷ്യൻ ഉയർന്നാൽ ഏതുവരെ ഉയർന്ന പറഞ്ഞത്? മനുഷ്യൻ ഉയർന്നാൽ അവന്റെ പദവി ഏതുവരെ? മനുഷ്യൻ ഉയർന്നാൽ അവന്റെ പദവി എവിടെ വരെത്തും? മലക്കിനോടെത്തും. കേട്ടിട്ടില്ല? ആദ്യമായിട്ട് കേൾക്കണമായി. മനുഷ്യന്റെ പദവികൾ ഉയർന്നാൽ മനുഷ്യന്റെ പദവികൾ എവിടെത്തും? മലക്കിനോളം മനുഷ്യൻ ഉയരും. മലക്കാവുന്നല്ല പറഞ്ഞത്, പദവി ഉയരും അല്ലെ. എന്നാൽ ജിന്നിന് അല്ലാഹു തആല ജീവിച്ചിരിക്കുമ്പോൾ തന്നെ എന്താക്കി? മലക്കളെ കൂടുതൽ കൊണ്ടേറ്റ് അവിടെ എത്തി അല്ലെ. എന്നാൽ സൃഷ്ടികളെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമനായ ഒരു സൃഷ്ടി, ഏറ്റവും അപമാനിതനായ നിന്ദനായ സൃഷ്ടി ആകാനുള്ള കാരണം കിബറാണ്. അഭാവസ്തക്ബർ, അവൻ കിബർ അഹങ്കാരം നടിച്ചതാണ്. ഏറ്റവും മോശപ്പെട്ട സ്വഭാവം അഹങ്കാരമാണ്. കാരണം എന്താ പറയുക, അത് തോന്നൊന്നും വേണ്ട. മൻകാന ഫീ ഖൽബിഹി മിസ്കാല ദർറത്തിൻ മിൻ കിബരി, കിബറിന്റെ ഒരു അണുത്തൂക്ക ഹൃദയത്തിലുണ്ടെങ്കിൽ ലൻ യദ്ഖുലുൽ ജന്ന, സ്വർഗത്ത് കടക്കൂലെന്നല്ല, ഒരിക്കലും കടക്കൂലാണ്. ലന്ന ഉപേക്ഷിച്ചു, ലന്നല്ല. അപ്പൊ അല്ലാഹുവോട് ദുആ ചെയ്യേണ്ട കാര്യങ്ങൾ ദുആ ചെയ്യാത്തവനാരാ? കിബറുള്ളവനാ. അല്ലാഹ് കാത്തുരക്ഷിക്കണം. കിബർ പ്രാർത്ഥന, എല്ലാ പ്രാർത്ഥനകളും കിബറില്ലാതാക്കാൻ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ കിബർ പ്രാർത്ഥന ഉണ്ട്, കിബറിൽ നിന്ന് കാത്തു പഠിച്ചത്. എന്നാൽ എല്ലാ പ്രാർത്ഥനയും എന്തില്ലാതാക്കാനാ? കാരണം എന്താ? വിനയത്തിന്റെ, താഴ്മയുടെ, ഭയത്തിന്റെ അങ്ങേ അറ്റമാണ് ദുആ. ഒരു മനുഷ്യൻ ദുആ ചെയ്യുമ്പോൾ അതിലൂടെ ഉണ്ടാകുന്ന സംഗതി എന്താണ്? താഴ്മയുടെ, വിനയത്തിന്റെ അങ്ങേയറ്റം. ഇത് അക്സാ ആയത്തു തന്നലുള്ള ഖുശൂ, അക്സാ ആയത്തു തന്നലുള്ള ഖുശൂ. അപ്പൊ ഒരാള് ദോർക്കാത്ത ഒരാളാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? ആണ് ഈ ആയത്തിൽ രണ്ടാമത്തെ ഭാഗം. എന്താ പറഞ്ഞത്? അള്ള പറയാണ്, നിങ്ങൾ റബ്ബ് പറഞ്ഞ് ഇപ്പോൾ നിങ്ങൾ എന്നോട് ദ്വാരക്കണം, നിങ്ങൾക്ക് ഞങ്ങൾ ദ്വാരക്കാൻ ഉത്തരം തരാം. എന്നാൽ ദുആയാകുന്ന ഇബാദത്തിൽ ആരെങ്കിലും അഹങ്കാരം കാണിക്കുകയാണെങ്കിൽ അവൻ നരകത്തിൽ പ്രവേശിക്കുന്നതാണ് അല്ലെ. അപ്പൊ ഈ അഹങ്കാരം എന്താ? ദുആയിലുള്ള അഹങ്കാരം എന്താ? ഇബാദത്തിലുള്ള അഹങ്കാരം എന്താ? അള്ളാഹ് കൊടുക്കേണ്ട ഇബാദത്ത് ഒന്ന് അവൻ എല്ലാവർക്കും കൊടുക്കുക, അല്ലാത്തവരോട് ദുആ ചെയ്യുന്ന. അള്ളാഹുവേ എന്ന് വിളിക്കുന്നതിന് പകരം പടക്കുള വിളിക്കുക, ശരിക്കളെ വിളിക്കുക ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്താ? അള്ളാഹിനോട് മാത്രമേ വിളിക്കാവൂ എന്ന് അറിഞ്ഞിട്ടും അള്ളാഹിനെ വിളിക്കാത്തവൻ. അതൊക്കെ നമുക്കറിയാം. എന്ത്? അള്ളാഹിനെ
അള്ളാഹിനെ മാത്രമേ വിളിക്കാൻ പാടുള്ളൂ, സഹായം വിളിക്കാൻ പാടുള്ളൂ, അള്ളാഹിനെ മാത്രമേ ദുആ ചെയ്യാൻ പാടുള്ളൂ എന്നറിയാം. പക്ഷെ എന്ത് ചെയ്യൂല, അടിപൊളി എന്താ പ്രാർത്ഥിക്കാതിരിക്കാൻ കാരണം ഓനാവില്ല, അവൻ പഠിച്ചിട്ടില്ല. അതൊന്നും അത്ര ഗൗരവമുള്ള സംഗതി അല്ലേ? കിബിറെന്ന് പറഞ്ഞാൽ എന്താ? ഗൗരവമുള്ള കാര്യത്തെ നിസ്സാരാക്കലാണ്, വലുതായി കാണേണ്ട നിസ്സാരാക്കലാണെന്ന് ആദരിക്കേണ്ട ഒരാളെ ഓൻ ആദരിക്കാതിരിക്കുക, അപ്പോൾ കിബറായിരിക്കും. സത്യത്തെ നിരാകരിക്കുക, അതെന്തായിരിക്കും? കിബറായിരിക്കും. അപ്പോ ഒരു മനുഷ്യന്റെ സൃഷ്ടിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവനെ നല്ല തക്ലീമാകണമെങ്കിൽ, അവന്റെ സൃഷ്ടി തക്ലീമാകണമെങ്കിൽ എന്ത് ചെയ്യണം? ദുആ ചെയ്യണം. എപ്പോഴൊക്കെ ദുആ ചെയ്യണം? എപ്പോഴൊക്കെ ദുആ ചെയ്യാൻ പഠിപ്പിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ ദുആ ചെയ്യണം. ഏതൊക്കെ വിഷയങ്ങൾ, ഏതൊക്കെ സന്ദർഭങ്ങളിൽ എന്തൊക്കെ ചോദിക്കാൻ പറഞ്ഞോ അതൊക്കെ ചോദിക്കണം. അതാണ് ഒരു മനുഷ്യന്റെ സൃഷ്ടിക്കിന്റെ തക്ലീഫ് പറഞ്ഞത്. അല്ലാത്തവരെന്തോ എന്തല്ല, അവനെ കാണാൻ വളരെ ചൊട്ടുണ്ടായിട്ടും വളരെ സ്വത്ത് മുതലുണ്ടായിട്ടും അധികാരം ഉണ്ടായിട്ടും കാര്യമില്ല, അവൻ ആരല്ല, അശ്രദ്ധീവല്ല. ബാക്കി രാത്രിയെ അള്ളാഹു നിങ്ങൾക്ക് ശാന്തമായി താമസിക്കാൻ പറ്റിയ രൂപത്തിൽ അള്ളാഹു സംവിധാനിച്ചു. രാത്രി ആകാതെ നമ്മളെ കാവരാത്രി എന്ന് കേട്ടില്ലേ? രാത്രി ആകാൻ എന്തുവാണ്? ശാന്തമായി കുടുംബത്തോടൊപ്പം താമസിക്കാം അല്ലേ? ആണോ? അല്ലെങ്കിൽ രാത്രിയാകുമോ? രാത്രിയാകാൻ എന്ത് വേണം? കുടുംബത്തോടൊപ്പം സമാധാനത്തോടെ സന്തോഷത്തോടെ താമസിക്കാൻ കഴിയണം. എല്ലാത്തതൊന്നും രാത്രിയില്ല, അത് രാത്രി പകലോട്ട് കണക്കാണ്. ഇത് കിട്ടണമെന്നല്ല അസുഖായിട്ട് അല്ലേ? ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് നല്ല പവറാണ്, നല്ല ആരോഗ്യമാണ്, ശാരീരികമായിട്ട് ഞാൻ പറഞ്ഞ് പ്രായമുള്ളവരുടെ ക്ഷമിച്ചാടില്ല. ചെത്തക്കാട് ഓപ്പണായിട്ട് പറഞ്ഞു, ചെത്തൊക്കെ ഓപ്പണായിട്ട് പറഞ്ഞു, പക്ഷെ പ്രായമുള്ള ക്ഷമിച്ചാൽ ഞാൻ പറയണേ നല്ല പവറുള്ളതാണ്, എനിക്ക് നല്ല പവറാണ്. എന്തിനും നല്ല പവറാണ്, നല്ല ശക്തി. എനിക്ക് മറ്റേ ഇതൊന്നും ഉത്തേജനമൊന്നും പിടിക്കേണ്ട കാര്യമില്ല, എല്ലാത്തിനും പവറുണ്ട്. ഞാൻ ഭയങ്കര ആരോഗ്യമാണ്. എനിക്ക് എല്ലാ കാര്യത്തിലും ശാരീരികമായി ഒരു പെണ്ണുമായി താമസിക്കാനും ഇതിനൊക്കെ എനിക്ക് നല്ല പവറും ടൈമിങ്ങും കാര്യങ്ങളൊക്കെ എനിക്കുണ്ട്, എല്ലാം എനിക്കുണ്ട്. ഞാൻ നല്ല പവറുള്ളതാണ്. പക്ഷെ പെരിയ പെണ്ണിനവനെ കിട്ടുന്നില്ല. ഇവരത് പെരിയ ശാന്തമായ ഒരു പുറത്തിന്റെ ഉള്ളിൽ ഭാര്യയുമായി ഒന്ന് കടന്നുറങ്ങി കുടുംബജീവിതം ആസ്വദിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഇവന്റെ പവർ എന്തിനാണ്? ഇവന്റെ ആരോഗ്യത്തിനാണ്, ഇവന്റെ ലൈംഗിക ശക്തിയും ലൈംഗിക ശേഷിയും എന്തിനാണ്? ഇപ്പം കുറെ പൊടി, കുറെ കായം, കുറെ കഷായം, കുറെ മരുന്നും, കുറെ ലേഹം കുറിച്ചെന്താ കാര്യം? ഞാനിങ്ങനെ നല്ല ബസ്സിലുള്ളവരെ ഞാൻ ജിമ്മിലേക്ക് പോയിട്ട് ഇങ്ങനെ ബസ്സിലൊക്കെ ഉറപ്പിച്ച് നടക്കുകയാണ്. ഞാൻ ആണോ ആശ്രമി? ആണോ? അല്ല, പിന്നെ എന്ത് വേണം? അത് വേണ്ടോട്ട് ഉപയോഗിക്കാൻ കഴിയണം. അതിനെന്താ വേണ്ടത്? ശാന്തമായ കുടുംബം വേണം അല്ലേ? സമാധാന ഒരു കുടുംബം വേണം, ആശ്വാസം നൽകുന്ന ഒരു ഇണ വേണം. അത് ആറ് പെണ്ണിനും പെണ്ണാണിനും വേണ്ടേ? ഇണതാണ്. ഭർത്താവ് മരിച്ചു, ഒരു പെണ്ണ് പറയുകയാണെങ്കിൽ ദാമ്പത്യ ജീവിതം വേണ്ട. ഭർത്താവ് മരിച്ച് പെണ്ണ് പറയുന്നത് ദാമ്പത്യ ജീവിതം വേണ്ട എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? സന്യാസാണ്. അള്ളാഹ് കൊടുക്കൂല, ഇസ്ലാം പറഞ്ഞിട്ടില്ല, ചെയ്യാൻ പറഞ്ഞിട്ടില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം പറയാം, അള്ളാഹുവിന്റെ വിധിയെ ഞാൻ അംഗീകരിക്കുക എന്ന് പറയാം. ഞാൻ ഇത്ര ഇഷ്ടപ്പെട്ട് സ്നേഹിച്ച് എന്റെ ഭർത്താവിനെ ഭക്ഷണം കൊണ്ടേയില്ല എന്ന തെക്കാരമാണ് വരിക. അള്ളാഹിന്റെ വിധി അംഗീകരിക്കാത്തവരാണ്. ഭാര്യ മരിച്ചുപോയി, ചെറുപ്പക്കാരനാണ്, അവൻ പറയാ ഞാൻ എന്നും ഇന്നിക്കിനി പെണ്ണൊന്നും വേണ്ട, എന്റെ ഭാര്യയുടെ ഓർമ്മയുമായി ഞാൻ മരിക്കണേ ജീവിക്കുന്നു പറഞ്ഞാൽ ഇസ്ലാം അംഗീകരിക്കില്ല. കാരണം സന്യാസം ഇസ്ലാം അംഗീകരിക്കുന്നുണ്ടോ? ഉണ്ടോ? ഇല്ല. അവൻ രണ്ടാമത്തെ കല്യാണം കഴിക്കണം. ഇനി ആ കല്യാണം കഴിക്കാത്ത സന്യാസത്തിന് പുറമെ വേറെ തെറ്റുകൂടി വരുന്നതാ, എന്റെ ഭാര്യനെ ഞാൻ ഇത്രയും സ്നേഹിച്ച് എന്റെ ഭാര്യനെ കൊണ്ടേ, അതുകൊണ്ട് അള്ളാന്റെ തീരുമാനമല്ലേ കണ്ടത്, ആ അള്ളാന്റെ തീരുമാനം ഞാൻ അംഗീകരിക്കും. എനിക്ക് ഉൾക്കൊള്ളാൻ കിട്ടില്ല പറഞ്ഞ അള്ളാന്റെ തീരുമാനം ഉൾക്കൊള്ളാൻ കഴിയാത്ത അവസ്ഥ എന്താ പറഞ്ഞത്? പാടുണ്ടോ?
അപ്പോൾ നമുക്ക് നല്ല ഫുഡ് കഴിക്കാനുള്ള ശേഷിയുണ്ട്, നല്ല വെറൈറ്റി ഫുഡ് ഉണ്ടാക്കി തരാൻ പേരിൽ അതും പുറത്തും പണക്കാരുണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഇതിലൊക്കെ നമ്മളിങ്ങനെ ജെസിയിൽ പോകുന്നു, വരുന്നു, നല്ല ആരോഗ്യം നല്ലതൊക്കെ ഉണ്ട്. പക്ഷേ അള്ളാഹു പറഞ്ഞ അസംതൃപ്തിമാകണമെങ്കിൽ എന്ത് വേണം? ഇതൊക്കെ ഉപയോഗിക്കാൻ കഴിയണം. ഈ തടിയെ സ്നേഹിക്കുന്ന ഒരു പെണ്ണുണ്ടാകണം, ഈ തടിയെ സ്നേഹിക്കുന്ന മക്കളുണ്ടാകണം, ഈ തടിയെ സ്നേഹിക്കുന്ന അയൽവാസികളുണ്ടാകണം, ഈ തടിയെ കാത്തിരിക്കുന്ന അവർക്ക് ഒരുപാട് പാവങ്ങൾക്ക് ഉപകാരം കിട്ടിയിട്ട് ആ മനുഷ്യനെ എന്നും ഓർക്കുന്ന ഒരാളായിട്ട് എന്നും ഹൃദയത്തിൽ ഉണ്ടാവണം. മനസ്സിലായില്ല? അപ്പോഴേ ഈ ഹൃദയത്തിൽ മരക്കത്തൊക്കെ മാറി ആരാവുള്ളൂ? അസംതൃപ്തി ആവുള്ളൂ. മനസ്സിലായി? അല്ല പറഞ്ഞത് അവിടെയാണ് തബാറക്ക അല്ല കൊടുക്കുന്ന വലിയൊരു ബർക്കത്താണ്, എല്ലാവർക്കും കിട്ടൂല. പിന്നെ പകല് വെളിച്ചമുള്ളതാക്കി ഭൂരിപക്ഷം ആൾക്കാർ ഭൂരിപക്ഷം ആളുകൾ അള്ളാഹ്ക്ക് നന്ദി കാണിക്കാത്ത ആൾക്കാർ. ഈ ബാക്കിയുള്ളപ്പോൾ നിങ്ങൾ വായിക്കി എനിക്ക് പ്രയാസമുണ്ട്, സൗന്ദര്യ പ്രയാസം നിങ്ങൾ വായിക്കണം, സൗന്ദര്യം ശരിയാകാൻ എല്ലാവരും പ്രാർത്ഥിക്കണം. അമ്മാൻ്റെ കലാമ് പറയുന്ന സദസ്സിൽ മലക്കുകളുടെ സാന്നിധ്യം ഉണ്ടാവും, ഇവിടെ പ്രാർത്ഥിക്കണം, വായിക്കണം. കഴിഞ്ഞ 2 ആഴ്ചകളായിട്ട് പൊതുവ് മാത്രമേ പറയുന്നുള്ളൂ. ഒരു 16ഓളം ക്ലാസ്സുകൾ ഒഴിവാക്കേണ്ടി വന്നു. സൗകര്യത്തിൻ്റെ പേരിൽ നമ്മളെല്ലാവരും കാര്യമായിട്ട് ആത്മാർത്ഥമായിട്ട് വായിക്കണം, പ്രാർത്ഥിക്കണം. ഇനി വായിക്കുന്ന ആയത്തിലൊക്കെ എല്ലാ വസ്തുക്കളെയും ശ്രദ്ധാവും. അതിനുശേഷം അള്ളാഹുവിന് 64 അള്ളാഹുവിന് ജാലിനൊക്കെ കടന്ന കറാറാണ് ഭൂമിയെ നിവാസമാക്കി, വസമാതിനെ ആകാശത്തെ എടുപ്പാക്കി. പിന്നെ ഉണ്ടായിട്ടുള്ള കാര്യം അത് മാത്രം ഉണ്ടായിട്ട് കാര്യമോ? ആകാശം എടുപ്പായി, ഭൂമി നിവാസയോഗ്യമായി. പിന്നെ ബാക്കി സൗവർക്കും നിങ്ങൾ രൂപപ്പെടുത്തി, സുവർക്കും നിങ്ങളെ രൂപം നന്നാക്കി, വർദ്ധക്കും ഇങ്ങനെ തെറ്റിപ്പാത്തി, നല്ല മുന്തിയ തരം സാധനങ്ങൾ തിന്നാൻ തന്നു. ധാരിക്കും അവനെ എന്ന് ജീവിച്ചിരിക്കുന്നതാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? അവസാനിക്കേണ്ടത് മുസ്ലിമായി ജീവിക്കാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നതാണ്. അടുത്തായത് 66-ാമത്തെ ആയത് ഈ തബാറക്കുള്ള റബ്ബുൽ ആലമീൻ, ആ റബ്ബുൽ ആലമീനെ ഞാൻ കീഴൊടുങ്ങി മുസ്ലിമായി ജീവിക്കാൻ കൽപ്പിക്കപ്പെട്ടതാണ്. അതിനുശേഷമാണ് നമ്മൾ വായിച്ച ആയത് ഹുവല്ലദീ ഖലഖക്കും ثم من نطفة خلقكم من تراب ثم من نطفة ثم من علقة. അപ്പോൾ ഈ ആയത്തിലൊക്കെ കൂട്ടി വെക്കുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാവും? അതുകൊണ്ട് കാര്യങ്ങൾ പറയാനുള്ള ക്ലാസ് നമുക്ക് വിശദീകരിക്കാം. അള്ളാഹു എല്ലാവർക്കും ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ. പഠിച്ച കാര്യങ്ങൾ മറക്കാനുള്ള അന്ത്യത്തുണ്ടാകും, നേരത്തെ പെരുമാറാം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളും പെരുമാറട്ടെ. നമ്മുടെ മക്കളെ സ്വാലിഹായ മക്കളാക്കി കൊടുക്കട്ടെ. നമ്മുടെ കുടുംബത്തിൽ അള്ളാഹു മനസ്സമാധാനം പ്രദാനം ചെയ്യണം. നമ്മുടെ ജോലിയിലും ഒരുപാട് കച്ചവടത്തിലുമെല്ലാം അള്ളാഹു ഏകത്വം ബർക്കത്ത് പ്രദാനം ചെയ്യണം. അള്ളാഹു അപകടങ്ങളിൽ നിന്നും അപകട മരണങ്ങളിൽ നിന്നും പെട്ടെന്നുള്ള മരണത്തിൽ നിന്നും അള്ളാഹു നമ്മെ എല്ലാവരും കാത്തിരക്ഷിക്കുമാറാവട്ടെ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واخر دعوانا الحمد لله رب العالمين. ആരും പോകരുത്. ഇവിടെ ഒരു ഉംറയാണെന്ന് ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കും, അത് ശ്രദ്ധിച്ച കാര്യം കേൾക്കണം. അതിനുശേഷം നമുക്ക് പ്രാർത്ഥിച്ചു.